ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്, വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, മാവൊന്നും കുഴയ്ക്കാതെ പരത്താതെ ഈസി ആയിട്ട് ചെയ്യാം. മുട്ട ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ടും നല്ല ഇഷ്ടമാവും കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളി, വലിയ ഉള്ളിയാണ്, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വന്നിട്ട് അതായത് മുട്ടയും ഒരു ക്യാരറ്റും ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് നല്ല ചുരകിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ക്യാരറ്റ് കൂടെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ക്യാരറ്റ് ചുരുകിയിട്ട കാരണം നമുക്കത് പിന്നെ ഒരുപാട് നേരം വേവിക്കണമെന്നൊന്നുമില്ലല്ലോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഏകദേശം ഒരു മിനിറ്റ് മാത്രം ഒന്ന് ക്യാരറ്റ് ചൂടാക്കിയാൽ മതി. അതിന് നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്തിന് ഏകദേശം നല്ല ചൂടാക്കി കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ക്യാരറ്റ് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഞാൻ 3 മുട്ടയ്ക്കുള്ള മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിന് മുട്ടയ്ക്കനുസരിച്ച് പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ 3 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. ആദ്യം 2 മുട്ട, പിന്നെ അവസാനമായിട്ട് വീണ്ടും ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഒരു മുട്ടയും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 മുട്ടയ്ക്ക് ആവശ്യത്തിന് പോലെ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയാക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങൾ കുറച്ച് വലുതായിരിക്കുന്ന സമയത്താണ് നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ വീണ്ടും കൂടി ഒരു മുട്ട, അങ്ങനെ മൊത്തത്തിലൊരു 3 മുട്ട തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല ചൂടായി വരട്ടെ. ഒരുവിധം വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ മുട്ട നല്ല ചൂടായി കിട്ടിയിട്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ മൈദമാവ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാലും ഈ ഒരു മുട്ടയുടെ ഫില്ലിങ്സ് വെച്ച് നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട കണ്ടല്ലോ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി മാവൊന്ന് റെഡിയാക്കാനായിട്ട്, അതായത് നമ്മൾ ദോശമാവിടെ പരുവത്തിലാണ് കേട്ടോ നമ്മൾ കലക്കുന്നത്. അതിനുവേണ്ടി 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തേക്കുള്ള ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന മാവിന് ആവശ്യാനുസരണം പോലെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് മാവൊക്കെ ചേർത്ത് കൊടുത്ത് അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം പോലെ നമ്മൾ ഓരോ സാധനങ്ങളും എത്ര വേണ്ടത് അതിന് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ദോശമാവിടെ പരുവത്തിലാണ് നമുക്ക് ആക്കി കിട്ടുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മൈദമാവ് ചെറിയൊരു കട്ടകൾ പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ദോശക്കല്ലും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശകൾ പോലെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞതായിട്ടുള്ള ദോശ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മുട്ടയുടെ ഫില്ലിങ്സുകളെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ചെടുത്തതിന് ശേഷം ഒരുപാട് വലുതാക്കി പരത്താൻ പറ്റില്ല കേട്ടോ. നമ്മൾ മല്ലിയില ചേർത്ത് കാരണം കുറച്ച് കുഞ്ഞതായിട്ട് മാത്രമേ പരത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെയാണ്. ഞാൻ ജസ്റ്റ് മല്ലിയില ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിഭാഗം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടിഭാഗത്തിലാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ മുകളിലെ ഭാഗം കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടി മാത്രം നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്താണ്. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അരികിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, ചെറുതായിട്ടൊന്ന്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടാക്കി എടുത്താൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ.
10 മിനിറ്റ് കൊണ്ട് വെറൈറ്റി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. ആ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്സും എല്ലാം കൂടെ അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇനി 10 മിനിറ്റ് കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണമെന്നില്ല, രാത്രിക്കാണെങ്കിലും ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.